celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ലോക കേരള സഭയുടെ 4ാം സമ്മേളനം 2024 ജൂൺ 13, 14, 15 തീയതികളിൽ നടത്തപ്പെടുന്നു. ഫൊക്കാനയുടെ സാന്നിധ്യമായി ഡോക്ടർ ബാബു സ്റ്റീഫനും സംഘവും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഒരു പൊതുവേദിയായി മാറിയ ലോക കേരള സഭയുടെ 4ാം സമ്മേളനം 2024 ജൂൺ 13, 14, 15 തീയതികളിൽ നടക്കുമ്പോൾ അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനയുടെ നിറസാന്നിധ്യമായി ലോക കേരള സഭയുടെ അഭിമാനമായ ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫന്റെ നേതൃത്വത്തിൽ ഫൊക്കാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കലാഷ് ഷാഹി, ട്രഷറർ ബിജു കൊട്ടാരക്കര, ഫോമർ ഫൊക്കാന പ്രസിഡന്റ് ശ്രീ മന്മഥൻ നായർ, ഫൊക്കാന കൺവെൻഷൻ ചെയർമാൻ ജോൺസൺ തങ്കച്ചൻ, ട്രസ്റ്റി ബോർഡ് വൈസ് ചെയർമാൻ സണ്ണി മറ്റമന, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി സോണി അബൂക്കൻ, വിമൻസ് ഫോറം ചെയർ ബ്രിജിറ്റ് ജോർജ്, ചാരിറ്റി കോർഡിനേറ്റർ ജോയ് ഇട്ടൻ, കൺവെൻഷൻ അസോസിയേറ്റ് ചെയർ വിജോയ് പാട്ടമ്പടി, ഫോമർ സെക്രട്ടറി ടെറസൺ തോമസ്, ഇലക്ഷൻ കമ്മീഷണർ ഫിലിപ്പോസ് ഫിലിപ്പ്, ഫോമർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജയ്പു മാത്യു തുടങ്ങിയവർ പങ്കെടുക്കും. ഫൊക്കാനയെ പ്രതിനിധീകരിച്ച് ലോക കേരള സഭയിൽ ഡോക്ടർ ബാബു സ്റ്റീഫൻ, ഡോക്ടർ കലാഷ് ഷാഹി എന്നിവർ സംസാരിക്കും. ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിന്റെ മുഖ്യ സ്പോൺസറായിരുന്ന ഡോക്ടർ ബാബു സ്റ്റീഫൻ 4ാം ലോക കേരള സഭയുടെ മുഖ്യ സാന്നിധ്യമാകും. പ്രവാസികളെ സംബന്ധിക്കുന്ന നിരവധി വിഷയങ്ങൾ ലോക കേരള സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അറിയിച്ചു. കേരളത്തിന് പുറത്തുള്ള കേരളത്തിനിടയിലുള്ള സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സഹകരണം സുഗമമാക്കുന്നതിനും ആഗോള കേരള സമന്വയത്തിന്റെ സൃഷ്ടിയിലേക്ക് നയിക്കുന്നതിനും ഒരു ജനാധിപത്യ ഇടം രൂപപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഒരു പൊതുവേദിയായി ലോക കേരള സഭ മാറുന്നതിൽ അഭിമാനമുണ്ടെന്നും ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ പറഞ്ഞു. കൊടിയേറ്റം മനുഷ്യ സമൂഹത്തെ നിരന്തരം പരിവർത്തനം ചെയ്യുകയും ഒരു പുതിയ ലോകത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. നവോത്ഥാന കേരളത്തെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കൊടിയേറ്റം ലോക കേരള സഭയുടെ സംഘാടനത്തിലൂടെ പുതിയ കാഴ്ചകൾ തേടുകയും അമേരിക്കൻ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിന് ഒരുമിച്ചിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ ലഭിക്കുന്ന ഈ ഉദ്യമത്തിൽ ഫൊക്കാനയും സന്തോഷിക്കുന്നതായി ഫൊക്കാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കലാഷ് ഷാഹി അറിയിച്ചു. ലോക കേരള സഭ എന്ന ആശയം യാഥാർത്ഥ്യമായതോടെ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നതായി ഫൊക്കാന ട്രഷറർ ബിജു കൊട്ടാരക്കര അറിയിച്ചു. പ്രവാസികളുടെ ജനാധിപത്യത്തിൽ ഇടപെടുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ഒരു പൊതുവേദി എന്ന നിലയിൽ ലോക കേരള സഭ ഒരു മാതൃകയാണ്. ഇനിയും പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനാധിപത്യപരവും പ്രയോജനകരവുമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഫൊക്കാന കൺവെൻഷൻ ചെയർമാൻ ജോൺസൺ തങ്കച്ചൻ പറഞ്ഞു. നവോത്ഥാന കേരളത്തെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രവാസികളുടെ കൊടിയേറ്റം ലോക കേരള സഭയുടെ സംഘാടനത്തിലൂടെ പുതിയ കാഴ്ചകൾ തേടുമ്പോൾ തീർച്ചയായും ഫൊക്കാനയും ഒപ്പം കൊടുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.